ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരടിപൊളി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ്. ഭയങ്കര ഫ്ലേവറുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇത് കൂടുതൽ സ്പൈസി ഒന്നും ആയിട്ടില്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഇതിൽ ഒരുപാട് നെയ്യ് ചേർക്കുന്നില്ല, കുറേ തക്കാളി ഇടുന്നില്ല, കൂടുതലായിട്ടും ഉള്ളിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഇതേപോലെ നേരിയതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കണക്ക് നോക്കിയെങ്കിൽ ഞാൻ 3 വലിയ സൈസ് ഉള്ളി എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലാണെങ്കിൽ 4 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി ഫ്രൈ ചെയ്യാനും ബാക്കി പകുതി മസാലയിലേക്കും വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഉള്ളി ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു കാസ്റ്റ് അയണിൻ്റെ കടായി എടുത്തിട്ടുള്ളത് കേട്ടോ. കടായിയാണ് ഏറ്റവും ബെസ്റ്റ് ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ചധികം തന്നെ ഓയിലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി പൊരിയാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഏകദേശം 1 കപ്പിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ നെയ്യും കൂടി, ഇത്ര മാത്രമാണ്. ഈ നെയ്യും ഓയിലും കൂടി തന്നെയാണ് നമ്മൾ ഈ ഫുൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. 2-3 ബാച്ചസായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഉള്ളി ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉള്ളി ഇട്ടങ്ങ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം മാത്രം കളർ ചേഞ്ച് ആവും, മറ്റേ ഭാഗം കളർ ചേഞ്ച് ആവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു കളറിൽ വേണം ഉള്ളി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കൂടുതൽ കളർ ചേഞ്ച് ആയിരുന്നു, ഒരു വൈറ്റ് കളർ മിക്സായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ കോരി മാറ്റണം. പിന്നെ എന്തായാലും നമ്മളത് കോരി പ്ലേറ്റിലേക്ക് വെക്കുന്ന സമയത്ത് വീണ്ടും അത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് കളർ ചേഞ്ച് ആകും. അപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ബിരിയാണിൻ്റെ ടേസ്റ്റിനെ എഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളി ഒരു കളറാകുമ്പോൾ തന്നെ കോരി മാറ്റുക. കുറച്ച് ടൈം എടുത്തിട്ടായാലും മെല്ലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് ബിരിയാണി ഉണ്ടാവും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. എന്നാൽ പിന്നെ ചൂടോട് കൂടി ആകുമ്പോൾ ഒന്നൊന്നിൻ്റെ മേലെ ആകുമ്പോൾ അതങ്ങനെ കളറ് ചേഞ്ച് ആവില്ല, ഒരേപോലെ അങ്ങ് കിട്ടിക്കോളും. പിന്നെ സെയിം ഓയിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ ദം ബിരിയാണിയിലാകുമ്പോൾ ഇതിട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് കുറച്ച് ഇഞ്ചി, ഒരു 5-8 പച്ചമുളക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 10-12 വരെ എടുക്കുക കേട്ടോ. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്താൽ മതി കേട്ടോ, പേസ്റ്റ് ആക്കി എടുക്കണ്ട. ഫ്രഷായിട്ട് ചതച്ചെടുക്കുന്നതാണ് നല്ലത് ബിരിയാണിക്കെല്ലാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിലുണ്ടല്ലോ, നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഓയിൽ തന്നെ എടുക്കുന്നത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഇതേപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുക്കായിട്ട് വരുമല്ലോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകില്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാനിവിടെ ഒരു 500 ഗ്രാമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ കൂടെ ഈ മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഒരു 1-2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ചിക്കൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരും കേട്ടോ. ഒരു പിങ്ക് കളറിലെ ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കളർ ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഈ ചിക്കനിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. വേറെ ഒരു പൊടികളും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ പെപ്പർ പൗഡറും ഗരം മസാലയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് നല്ലോണം ഉടച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉടച്ചിട്ടില്ലെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ആടായിട്ട് കട്ടയായിട്ട് നിൽക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതൊരു 2 പൊടി ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് ദം ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലോണം തന്നെ മിക്സ് ആവണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തെല്ലാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരു നിർബന്ധമില്ല, നമ്മൾ പുളിക്കായിട്ട് ഇതാ ഒരു 1/2 മുറി ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി തൈര് ആഡ് ചെയ്ത്. അപ്പോൾ ഇതിലേക്ക് തക്കാളിൻ്റെ വലിയ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. തക്കാളി ഇല്ലെങ്കിൽ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. തക്കാളി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് 1/2 മണിക്കൂർ ദം ചെയ്യാൻ വെക്കുന്നുണ്ട്. ദം ബിരിയാണി അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചിക്കൻ ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ല. ഒരു 80% ഇതെല്ലാം കുക്കായാൽ മതി കേട്ടോ. ബാക്കിയുള്ളത് ദമ്മിലിരുന്നങ്ങ് കുക്കായിക്കോളും. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല റെഡി ആയിട്ടുണ്ട്. അടിപൊളി മസാല കേട്ടോ. ഇത് കൂടുതൽ എന്താ പറയുക, മസാലപ്പൊടികളൊന്നും ഇടാത്തതുകൊണ്ട് അടിപൊളി മസാല തന്നെയാണ്. ഒരുപാട് അങ്ങ് സ്പൈസി ഒന്നുമല്ല.
ഇനി നമുക്ക് അരി എടുക്കാം. അരി ഞാനിവിടെ 3 കപ്പ് എടുക്കുന്നത് ജീരകശാല റൈസാണ്. കൈമ റൈസോ ജീരകശാല റൈസോ എടുക്കുക കേട്ടോ. ചെറിയ അരി എടുക്കുന്നതിനൊപ്പം തലശ്ശേരി ദം ബിരിയാണിക്ക് നല്ലത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം നല്ലോണം ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നെയ്യ് ഓൾറെഡി മിക്സ് ചെയ്തുകൊണ്ട് ഇതിലിനി കാര്യമായിട്ട് വേറെ നെയ്യ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നേരം ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം. 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 മുറി ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൻ്റെ കളർ ചേഞ്ച് ആവാണ്ട് നോക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നേരം ഇതിലേക്ക് നമ്മൾ സ്ട്രെയിനറിൽ മാറ്റിയിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിത് വറുത്തിട്ടല്ല വെക്കുന്നത്, സാധാരണ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് വെക്കുന്നില്ലേ ഗീ റൈസ്, അതുപോലെ ആട്ടോ വെക്കുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഓയിലിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് അരി ഓയിലിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 കപ്പ് റൈസ് എടുത്തുകൊണ്ട് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വറുത്തിട്ട് വെക്കുന്നെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും, ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്ച്ചോറെല്ലാം വെക്കുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇതാ റൈസും പിന്നെ വെള്ളവും നല്ലോണം തിളച്ച് വരും. ഈ സമയത്ത് വീണ്ടും അടച്ചിട്ട് തീ നല്ലോണം കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഇതേപോലെ ആവും. ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അരിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. പിന്നെയാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടച്ചു വെക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ മേലെ നിന്ന് ഇതാ കുറച്ച് റൈസ് കോരി മാറ്റുന്നുണ്ട്. സാധാരണ വലിയ പാത്രത്തിൽ മസാല ഉണ്ടാക്കിയിട്ട് റൈസ് മൊത്തം അതിൻ്റെ മേലേക്ക് തട്ടി കൊടുക്കലാണ് ദം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല്. പക്ഷെ ഞാൻ അടിയിൽ കുറച്ച് റൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. പക്ഷെ ദം ബിരിയാണി ആകുമ്പോൾ ഇപ്പോൾ മസാല അടിയിലും മേലെ ബാക്കി ഫുള്ള് ചോറ്, അങ്ങനെ ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് റൈസിൻ്റെ മേലെ ബാക്കിയുള്ള മസാല മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയറായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. ഒരു നേരിയൊരു ലെയറായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഗരം മസാല പൊടിയും കുറച്ച് ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മല്ലിയില, ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള റൈസ് മൊത്തത്തിൽ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലെവൽ ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ഗരം മസാല, യെല്ലോ ഫുഡ് കളർ, ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി, കാഷ്യൂസ്, കിസ്മിസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക. ഒരു സമയത്ത് നിങ്ങൾക്ക് മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ലിഡ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇത് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 മണിക്കൂർ എന്തായാലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ അടുപ്പിൽ വെച്ചാൽ മതി, അതായത് ചെറിയ തീ വരുന്ന അടുപ്പുണ്ടല്ലോ അവിടെ വെച്ചാൽ മതി. ഇതിപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആവിയെല്ലാം മേലെ നിന്ന് ഇങ്ങനെ പറക്കുന്ന കാണുന്നില്ലേ, അപ്പോൾ തന്നെ അറിയാം എത്രത്തോളം ദമ്മായിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നെ ഇത് റൈസ് നിങ്ങൾക്ക് നോക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസാട്ടോ. അത് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു തലശ്ശേരി ബിരിയാണി ഇപ്പം എൻ്റെ ഫാമിലിയിലായാലും എൻ്റെ ഫ്രണ്ടായാലും എല്ലാം തലശ്ശേരിക്കാരുണ്ട്. അപ്പോൾ അധികം നമ്മൾ അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ ഫുഡ് സെർവ് ചെയ്യുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് മസാലയും ഒരു ഭാഗത്ത് റൈസും അങ്ങനെയാണ് വെക്കുക. ഇല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് പാത്രത്തിൽ ഐറ്റം വെക്കും. റൈസ് ഒന്നിൽ വിളമ്പും, പിന്നെ മസാല വേറെ ഒന്നിൽ വിളമ്പും, അങ്ങനെ വിളമ്പില്ല. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഞാൻ വിളമ്പിയിട്ടുണ്ട്. മേലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കാഷ്യൂസും കിസ്മിസും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടി ഒന്ന് സ്റ്റൈലായിക്കോട്ടെ എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കേണ്ട, പെർഫെക്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഇതിൻ്റെ റൈസ് ആയാലും ചിക്കൻ ആയാലും എല്ലാം. ഇവിടെ കുട്ടികൾക്കും തമൂസിനെല്ലാം നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിനെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ സ്പൈസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചമുളകും പെപ്പർ പൗഡറിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ സാലഡും യോഗട്ടും അച്ചാറും എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ.